ചെയ്തു വരുന്നിട്ടുള്ള കഥാപാത്രങ്ങൾ കുറച്ച് മാറിയുള്ള ഒരു ഷെയ്ഡ് ഉള്ള ഒരു കഥാപാത്രമാണ്. നമുക്കറിയാം ഒരു ഡെഫിനിറ്റീവ് കൊമേഴ്ഷ്യൽ സക്സസ് പ്രെഡിക്റ്റ് ചെയ്യുന്ന സിനിമകളല്ല മമ്മൂട്ടി കമ്പനി ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് ദ 7th project and the writers of the film are Sri Jitin Kijos and Sri Jishnu Srikumar. Yes. And there are a lot of other talented actors, a lot of other people who are a part of this film. Adinte koodal details eventually kadukkumbol nammal ariyunnathaanu. And now, having watched the trailer, having grabbed all the goosebumps and energy, it is time to welcome the very first person on stage to mark a meaningful beginning for our event. തീർച്ചയായിട്ടും കളങ്കാവൽ സിനിമ നമുക്ക് സമ്മാനിച്ച ഡയറക്ടർ സാറിനെ തന്നെ ആദ്യമേ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. Please join me in welcoming with a big round of applause the director of കളങ്കാവൽ, Sri Jitin Kijos. നല്ലൊരു കൈയ്യടി നൽകി തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. കാരണം ഒരു ഡ്രീം കം ട്രൂ മൊമെന്റിലാണ് എത്തി നിൽക്കുന്നത്. ആൻഡ് നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, തുടക്കക്കാരിലെ ഫയർ തിരിച്ചറിയുന്ന മമ്മൂക്ക മാജിക്. അപ്പൊ അത് ഒരിക്കൽ കൂടെ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോവാണ്. 5-ാം തീയതി സിനിമ റിലീസിനോട് അടുക്കുകയാണ്. ആൻഡ് യെസ്, ലൈക്ക് ഐ സെഡ്, ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് തന്നെയാണ് അല്ലേ. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് us കളങ്കാവൽ. ഈ ഒരു മൊമെന്റിൽ എന്താണ് സാറിന് പറയാനുള്ളത്? എല്ലാവർക്കും കൂടെ നമ്മുടെ സിനിമ റിലീസിനോട് അടുത്ത് നിൽക്കുകയാണ്. അപ്പം ഈ ഒരു അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മലയാളത്തിൽ ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഒരു അൾട്ടിമേറ്റ് ഡ്രീം ആണ് മമ്മൂട്ടി ഒരു സിനിമ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതൊരു എനിക്ക് കുറെ കാലം കൊണ്ട് അതിന് സ്വപ്നം ഉണ്ടായിരുന്നു. ഫോർച്ചുനേറ്റ്ലി അതൊരു റിയാലിറ്റി ആയിട്ട് മാറി. അതിന് സാറിനോട് ഏറ്റവും കൂടുതൽ നന്ദി. പ്രത്യേകിച്ച് ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ അദ്ദേഹം ഇതുവരെ ചെയ്തു വരുന്നിട്ടുള്ള കഥാപാത്രങ്ങൾ കുറച്ച് മാറിയുള്ള ഒരു ഷെയ്ഡ് ഉള്ള ഒരു കഥാപാത്രമാണ്. അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പറയാനായിട്ട് നിർവാഹമില്ല. എന്നാലും ഏറെക്കുറെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ അത് തിരഞ്ഞെടുക്കാൻ കാണിച്ച മനസ്സിനും അപ്പം അത് മമ്മൂട്ടി തന്നെ അത് നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കും. അതിനൊക്കെയുള്ള ഹൃദയം നന്ദി പറയുകയാണ്. അതേപോലെ വിനായകൻ അദ്ദേഹത്തെയും ഇതുപോലെ അപ്രോച്ച് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം ഇത് ചെയ്യാനായിട്ട് തയ്യാറായി വന്നു. അദ്ദേഹം ഇത് മുന്നേ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഡയമെൻഷനുള്ള കഥാപാത്രങ്ങളാണ് ചെയ്തത്. അദ്ദേഹത്തിനും നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ സിനിമയുടെ ഒരു സ്വഭാവം, ഇതിന്റെ ഒരു ജോണറും വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നതിന് പരിമിതികൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ പരിമിതിക്കുള്ളിൽ നിന്ന് പറ്റുന്ന പോലെ ചില കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ട്രെയിലർ റീൽസിലും അതുപോലെ മറ്റു വീഡിയോ പോസ്റ്റേഴ്സിലും കൂടെ നമ്മൾ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. അപ്പോ നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ സിനിമയെ പറ്റി കിട്ടിയിട്ടുണ്ടായിരിക്കും. കളം കാവൽ എന്ന് പറഞ്ഞ ഒരു കളത്തിന് കാവൽ നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ വേർഡ് മീനിങ്. അതിനപ്പുറത്ത് ഭദ്രകാളി ദേവി ദാരികൻ എന്ന് പറഞ്ഞ അസുരനെ അന്വേഷിച്ച് പോയ ഒരു പുരാണത്തിലെ ഒരു ഇൻസിഡന്റിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു റിച്വലാണ്. അപ്പൊ അത് ഡയറക്ട്ലി ഒരു ഇൻഡയറക്ട്ലി ഒരു സ്പിരിച്വലി ഒരു സംഭവം നമ്മുടെ ഉറവായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെയാണ് ഈ ടൈറ്റിൽ ചൂസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൈൻഡ് ഓഫ് പുതിയൊരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഉണ്ട്. അപ്പൊ എല്ലാവരും തുടർന്നും പിന്തുണകൾ നൽകുകയും സിനിമ പോയി കണ്ട് പറ്റുന്ന പോലെ പിന്തുണകൾ നൽകുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Absolutely, നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്താണ് കളങ്കാവൽ, എന്താണ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ വാട്ട് ആർ വി ഗോയിങ് ടു എക്സ്പീരിയൻസ് ഓഫ് തിയേറ്റർ, ആ ഒരു ചോദ്യം ഉള്ളിൽ കയറിയിട്ട് കുറേ അധികം നാളുകളായി. ഫൈനലി December 5th നമ്മളത് കാണാനായിട്ട് പോവാണ്. കളങ്കാവൽ ടൈറ്റിലിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ജിഷ്ണു ശ്രീകുമാറാണ് ഒരു ടൈറ്റിൽ നമുക്ക് തന്നത്. സോ നൗ വേദിയിലേക്ക് ഓൾറെഡി ജിതിൻ ചേട്ടൻ പറഞ്ഞു ഇതൊരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണെന്ന്. അതുപോലെ തന്നെ സ്വപ്ന തുല്യം